ഹായ് ഫ്രണ്ട്സ്, വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നലെ മച്ചാട് മാമാങ്കത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടായിരുന്നു. നിങ്ങളെ ഏറെക്കുറെ ആൾക്കാരത് കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായത് കേട്ടോ. ഞങ്ങളിന്നലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉച്ചക്കലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ സൗണ്ട് കേട്ട് റോഡിലിറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടത്. ഞാനിത് ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മണിത്തറ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ ദേശത്തെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരേ യൂണിഫോമിൽ നല്ല രസമായിരുന്നു. കുറേ നേരം ഞങ്ങളത് കണ്ടുകൊണ്ട് നിന്നു. ഒരു നാടിൻ്റെ ആഘോഷം തന്നെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടൊന്ന് ഫ്രഷായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പം പോകുന്ന വഴിക്കുള്ള റോഡായി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഞ്ചായത്ത് ആ ഒരു പ്രദേശം മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കുക. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ രാത്രി ആകുമ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ സൈഡിലെത്തി കേട്ടോ. തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തെത്തി. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് കൺജസ്റ്റഡ് ആയിരുന്നു. അവിടെ സ്ഥലം നന്നായി കുറവായിരുന്നു. ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 5 ദിവസത്തെ ഉത്സവമാണെന്നത്. ഈ 5 ദിവസത്തിൻ്റെ അവസാന നാളിലാണ് അലങ്കരിച്ച കുതിരക്കോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അപ്പം ഓരോ ദേശത്തു നിന്നും എഴുന്നള്ളിച്ച കുതിരക്കോലങ്ങളാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ഈ സാധാരണ പൂരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആനയാണ് ഫസ്റ്റ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ ആന എഴുന്നള്ളിപ്പില്ല. പകരം ഇങ്ങനെ കുതിരക്കോലങ്ങൾ എഴുന്നള്ളിക്കുകയാണ് ഇവിടുത്തെ ആചാരം. അതിൻ്റെ ബാക്കിലോട്ട് എൻ്റെ ഐതിഹ്യമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ കുതിരക്കോലങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയിലാണ്. ഓരോ ദേശക്കാരും അവരുടെ ഇതനുസരിച്ച് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പന്തൽ കണ്ടില്ലേ, ഈ പന്തൽ കുതിരക്കോലങ്ങൾ മുകളിലോട്ട് എറിഞ്ഞ് താരേന്ന് കുറേ പേര് പിടിക്കാനുണ്ടാവും. അവരെല്ലാം കൂടെ പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ എറിഞ്ഞ് ആ പന്തൽ പൊട്ടിക്കണം. എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. ഇതെനിക്ക് ചെറുതായി കിട്ടിയൊരു അറിവാണ് കേട്ടോ. അതിൻ്റെ ഐതിഹ്യങ്ങളൊന്നും ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് സിത്താര മേഡത്തിൻ്റെ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് നേരെ ഫസ്റ്റ് നമ്മൾ പൂരത്തിന് പോകുമ്പോൾ എന്തെങ്കിലും കുറിക്കാൻ കിട്ടുമോ നോക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി കരിമീൻ ജ്യൂസും പിന്നെ ഇതും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗൂഗിൾ പേ വർക്കാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒട്ടും റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. കരിമീൻ ജ്യൂസ് കുടിക്കുന്നതൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓസുകുട്ടൻ ഭയങ്കര വഴക്കായിരുന്നു.
കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞേ, പക്ഷേ എങ്ങും ഗൂഗിൾ പേ വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ലാസ്റ്റിൽ ഞങ്ങളുടെ അച്ഛച്ചൻ്റെ പെങ്ങൾ ആൻറ്റിയുടെ കുട്ടിയുണ്ടായിരുന്നു, അവിടെ കയ്യിൽ നിന്ന് അവിടെ ഫോൺ 5G ആയിരുന്നത് കൊണ്ട് അവിടെ വൈഫൈ എടുത്തിട്ട് ഇതിലൊക്കെ കയറാനും പിന്നെ ഇതിലും പിന്നെ ട്രെയിനിലും കയറ്റി. അങ്ങനെ അവനെ ഒന്ന് സമാധാനിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.